പശ്ചിമബംഗാൾ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ കൊൽക്കത്തയിൽ ബിധ നഗറിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ രണ്ടാമത്തേതുമായ സോൾട്ട് ലേക്ക് ഫുട്ബോൾ സ്റ്റേഡിയം ഉള്ളത്. 1984 ജനുവരിയിലാണ് ഈ സ്റ്റേഡിയം തുറന്നത്. 1,20,000 ആളുകളെ ഉൾക്കൊള്ളാനാവുന്നതാണ് ഈ സ്റ്റേഡിയം. 1989 ഉത്തര കൊറിയയിൽ റൺഗ്രാഡോ മെയ്ഡെ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന് മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയമായിരുന്നു ഇത്. ഇപ്പോഴും അമേരിക്കയിലെ മിഷിഗൻ സ്റ്റേഡിയവും ക്യാമ്പ് ന്യൂ സ്റ്റേഡിയവും സൗത്ത് ആഫ്രിക്കയിലെ FNB സ്റ്റേഡിയവുമെല്ലാം രണ്ടാം സ്ഥാനം അവകാശപ്പെടുമ്പോഴും 80,000 കാണികൾ എന്നതിൽ നിന്നും 1,20,000 കാണികളെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന്റെ ശോഭയ്ക്ക് മങ്ങൽ ഒട്ടും ഏൽക്കുന്നുമില്ല. എന്നാൽ ഇന്നലെ ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ സന്ദർശനത്തിന് പിന്നാലെ നാണം കെട്ടിരിക്കുകയാണ് അവിടുത്തെ സംഘാടകർ. കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലുണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പരിപാടിയുടെ മുഖ്യ സംഘാടകനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിന് പിന്നാലെ ആരാധകർക്ക് ടിക്കറ്റിന്റെ പണം മടക്കി നൽകാമെന്ന് ഇയാൾ സമ്മതിച്ചതായും പോലീസ് പറയുന്നു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ഇതിഹാസ ഫുട്ബോൾ താരം അർജന്റീനയുടെ ലയണൽ മെസ്സിക്ക് കൊൽക്കത്തയിൽ ഊഷ്മള വരവേൽപ്പാണ് നൽകിയത്. എന്നാൽ മെസ്സിയോടുള്ള ആരാധകരുടെ സ്നേഹം പിന്നീട് ഒരു രോഷപ്രകടനത്തിലേക്ക് വഴിമാറുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയാണ് അവിടെ അരങ്ങേറിയത്. ശനിയാഴ്ച നഗരത്തിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ മെസ്സി എത്തിയതിന് പിന്നാലെയാണ് അവിടെ ഈ കുഴപ്പങ്ങൾ തുടങ്ങിയത്. ഗോ ടൂറിന്റെ ഭാഗമായി 3 ദിവസത്തെ സന്ദർശനത്തിനാണ് ശനിയാഴ്ച പുലർച്ചെ മെസ്സി കൊൽക്കത്തയിലെത്തിയത്. പിന്നീട് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ പരിപാടിക്കായി മെസ്സി എത്തിയെങ്കിലും പെട്ടെന്ന് അവിടെ നിന്നും മടങ്ങിയതാണ് ആരാധകരെ പ്രകോപിപ്പിച്ചത്. സ്റ്റേഡിയത്തിലെത്തി 20 മിനിറ്റിനുള്ളിൽ മെസ്സി വേദി വിട്ടതോടെ താരത്തെ ഒരു നോക്ക് കാണാൻ തിരക്ക് കൂട്ടിയ ആരാധകരുടെ ക്ഷമ നശിച്ചു. താരത്തെ അടുത്ത് കാണാൻ സാധിക്കാതെ വന്നോടെ നിരാശരായ ആരാധകർ ഗ്രൗണ്ടിലേക്ക് കുപ്പികളും മറ്റും വലിച്ചെറിഞ്ഞ് നാശനഷ്ടങ്ങൾ വരുത്തിയാണ് പ്രതിഷേധം പ്രകടിപ്പിച്ചത്. മെസ്സി രാവിലെ 11:30ക്കാണ് സ്റ്റേഡിയത്തിലെത്തിയത്. എന്നാൽ ഫുട്ബോൾ ഇതിഹാസത്തെ ഒരു നോക്ക് കാണാൻ വന്നവർക്ക് നിരാശയായിരുന്നു ഫലം. വലിയ തുക മുടക്കി ടിക്കറ്റ് എടുത്തവർക്ക് ഒരു മിന്നായം പോലെയെങ്കിലും മെസ്സിയെ കാണാൻ സാധിച്ചില്ല. അതോടെ കൊൽക്കത്തയിലെ സോൾട്ട് ലേക്കിൽ അക്രമം അരങ്ങേറുകയായിരുന്നു. സ്റ്റേഡിയത്തിൽ നിശ്ചയിച്ചിരുന്ന 2 മണിക്കൂർ പരിപാടി അരമണിക്കൂർ പോലും നടത്താതെ അവസാനിപ്പിക്കുകയായിരുന്നു. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, സൂപ്പർ താരം ഷാറൂഖ് ഖാൻ, ക്രിക്കറ്റ് ഇതിഹാസം സൗരവ് ഗാംഗുലി എന്നിവരെ ഇവിടെ വെച്ച് മെസ്സി നേരിൽ കാണുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അവിടെ ഒന്നും നടന്നുമില്ല. ഇന്റർ മയാമിയിൽ മെസ്സിയുടെ സഹതാരങ്ങളായ ഉറുഗ്വായ് താരം ലൂയിസ് സുവാരസും അർജന്റീന താരം റോഡ്രിഗോ ഡീപോളും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. മെസ്സി കൊൽക്കത്തയിൽ കാലുകുത്തിയ നിമിഷം മുതൽ ആരാധകർ ആവേശത്തിലായിരുന്നു. മെസ്സി താമസിച്ചിരുന്ന ഹയാത്ത് റീജൻസി ഹോട്ടലിന് ചുറ്റും ആരാധകരുടെ വലിയ കൂട്ടമായിരുന്നു. ലേക്ക് ടൗണിലെ ശ്രീഭൂമിയിൽ 70 അടി ഉയരമുള്ള സ്വന്തം പ്രതിമ ശനിയാഴ്ച രാവിലെ 10 മണിയോടെ മെസ്സി അനാച്ഛാദനം ചെയ്തു. നേരിട്ടെത്തി ചടങ്ങ് നിർവഹിക്കും എന്നായിരുന്നു അറിയിച്ചതെങ്കിലും സുരക്ഷാ പ്രശ്നം മുൻനിർത്തി ഹോട്ടൽ മുറിയിൽ നിന്ന് വെർച്വലായാണ് താരം ഈ ചടങ്ങ് നടത്തിയത്. അതിനുശേഷം ഹോട്ടലിൽ വെച്ച് തന്നെ ഷാറൂഖ് ഖാൻ, മോഹൻ ബഗാൻ, സൂപ്പർ ജയൻ ടീം ഉടമ സഞ്ജീവ് ഗോയങ്ക എന്നിവരെ മെസ്സി കണ്ടു. ഫോട്ടോ സെഷനും അവിടെ വെച്ച് നടത്തി. സ്റ്റേഡിയത്തിലെത്തുന്ന മെസ്സി ഗ്രൗണ്ടിൽ ഒരു തവണ വലം വയ്ക്കുമെന്ന് അറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ അതും ഉണ്ടായില്ല. 25,000 രൂപ വരെ ടിക്കറ്റിന് മുടക്കിയാണ് ആരാധകർ സ്റ്റേഡിയത്തിൽ കയറിയത്. എന്നാൽ ഗ്രൗണ്ടിൽ നിന്ന മെസ്സിയെ ഒരു നോക്ക് കാണാൻ പോലും പലർക്കും സാധിച്ചില്ല. സ്റ്റേഡിയത്തിലെത്തിയ മെസ്സിയെ ചില വിശിഷ്ട വ്യക്തികളും രാഷ്ട്രീയക്കാരും വളയുകയായിരുന്നു. അതോടെ ഗാലറിയിൽ ഇരുന്ന ആരാധകർ രോഷാകുലരായി. ഇവർ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് കയർക്കുകയും കസേരകളും കുപ്പികളും ഗ്രൗണ്ടിലേക്ക് എറിയുകയും ചെയ്തു. ചിലർ ഗ്രൗണ്ടിലേക്ക് ചാടി ഇറങ്ങുകയും ചെയ്തു. അതോടെ കാര്യങ്ങൾ പന്തിയല്ലെന്ന് കണ്ട് മെസ്സിയെ വളരെ പെട്ടെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി. 2 മണിക്കൂർ പരിപാടിക്ക് എത്തിയ മെസ്സി വെറും 20 മിനിറ്റാണ് അവിടെ ചെലവഴിച്ചത്. ഈ സംഭവത്തിൽ മെസ്സിയോടും ആരാധകരോടും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പരസ്യമായി മാപ്പ് പറഞ്ഞു. പരിപാടി സംഘടിപ്പിച്ചവരെയാണ് മമത കൂടുതലും കുറ്റപ്പെടുത്തിയത്. പരിപാടിയുടെ മുഖ്യ സംഘാടകനായ ശതാദ്രു ദത്തയെ അറസ്റ്റ് ചെയ്തതായും കേസ് രജിസ്റ്റർ ചെയ്തതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്.